ഗോവിന്ദ ഗോവിന്ദ. പിന്നീട് ബ്രഹ്മാവ് തൻ്റെ ഛായയിൽ നിന്നും ഉണ്ടായതായ കർദമനോട് സൃഷ്ടികർമ്മം നടത്താനായിട്ട്, വംശം വർദ്ധിപ്പിക്കാനായിട്ട് പറയാണ്. അപ്പോൾ നോക്കൂ, കർദമനാണെങ്കിലോ ഈശ്വര ധ്യാനത്തിൽ കഴിയാനാണ് ആഗ്രഹം. എന്നാൽ അച്ഛനോടുള്ള വാക്ക് പാലിക്കണം, അതിനായിട്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം, അതിനുവേണ്ടി അനുയോജ്യമായ പത്നിയെ ലഭിക്കാനായിട്ട് തപസ് ആരംഭിച്ചു എന്നാണ്. അങ്ങനെ കർദമൻ സരസ്വതി നദിയുടെ തീരത്തേക്ക് പോയി അവിടെ ഇരുന്നു കൊണ്ട് തപസ് ആരംഭിച്ചു. ഇതിനു വേണ്ടി അനുയോജ്യമായ പത്നിയെ കിട്ടാനായിട്ട് തപസ് ആരംഭിച്ചു എന്ന്. അങ്ങനെ ആ തപസ്സിൽ പ്രീതനായി ഭഗവാൻ ശംഖചക്ര കഥാപത്മധാരിയായിട്ട് കർദമൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. കർദമൻ ഭഗവാനെ നമസ്കരിച്ചു, സ്തുതിച്ചു. എന്താ കർദമൻ്റെ സ്തുതിയിൽ പറയുന്നത് നോക്കൂ, പറയണു, ഈ ലോകത്തിന് തന്നെ ആനന്ദത്തെയും അഭയത്തെയും തരുന്ന ഭഗവാനെയാണ് സ്തുതിക്കുന്നത് എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഭഗവാനോട്, ഭഗവാനെ എനിക്ക് വിവാഹം കഴിക്കണം. എൻ്റെ അച്ഛൻ പറയുന്നുണ്ട് വിവാഹം കഴിച്ച് ഗൃഹസ്ഥ ജീവിതം ആരംഭിക്കാനായിട്ട്. അതിന് എനിക്ക് ഭാര്യയായി വരുന്നവൾ സന്തോഷത്തോടെ എൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവളായിരിക്കണം. സമാനശീല ഗൃഹമേതധേനും എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദത്തിൽ ഭക്തിയുള്ളവളാണ് ആവണം. കാരണം ഞാൻ ഭഗവാനിൽ ഭക്തിയുള്ളവനാണ്. അതുകൊണ്ട് എനിക്ക് സമാനമായി ശീലമുള്ള ഒരാളെ തന്നെ ആയിരിക്കണം എനിക്ക് ഭാര്യയായിട്ട് പത്നിയായിട്ട് ലഭിക്കേണ്ടത്. ഇവിടെ ഭഗവാന്റെ പ്രസാദമായിട്ട് നല്ല ഒരു ഭാര്യയെ വരണം, ഭാര്യ എനിക്ക് വരണമെന്നാണ് ഇവിടെ കർദമൻ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. പരസ്പര സ്നേഹം, പരസ്പര ബന്ധം, പരസ്പര ഭാവം, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി വേണമെന്നാണ്. അപ്പോൾ നോക്കൂ, വിവാഹം കഴിക്കുമ്പോൾ അനുയോജ്യമായ പത്നിയെയും അനുയോജ്യമായ പതിയെയും ലഭിക്കണമെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കണം വിവാഹത്തിന് മുമ്പ് തന്നെ എന്നാണ്. അതാണ് ഇവിടെ ഭാഗവതം നമുക്ക് കാണിച്ചു തന്നത്. ആ ഭക്തനെ നോക്കി ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഹേ കർദമ, അങ്ങ് മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് എന്ന് എനിക്കറിയാം. കർമ്മബന്ധത്താൽ ബന്ധമായ ഈ ലോകത്തിൽ അങ്ങ് താമരയിലെ ജലം കണക്കെയാണ് വസിക്കുന്നത് എന്നും എനിക്കറിയാം. എന്നാലും അങ്ങയ്ക്കായിട്ട് ഒരു പത്നിയെ ഞാൻ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ഭക്തിയിൽ ഞാനിത് അതീവ സന്തുഷ്ടനായിരിക്കണം. കർദമ, മറ്റന്നാൾ ഭൂലോക ചക്രവർത്തിയായ സ്വയംഭവ മനു ഭാര്യയായ ശതരൂപയോടും കൂടി ഇവിടേക്ക് വരും. അവരുടെ മധ്യമപുത്രിയായ ദേവഹൂതി അവളെ അങ്ങ് വിവാഹം കഴിച്ചു, അവളെ അങ്ങേക്ക് അവർ വിവാഹം കഴിച്ചു തരും. അവളിൽ അങ്ങേക്ക് 9 പുത്രിമാരുണ്ടാവും. പിന്നീട് ഞാൻ തന്നെ അങ്ങേക്ക് പുത്രനായിട്ട് ജനിക്കാം എന്നിങ്ങനെ ഭഗവാൻ അവിടെ കർദമനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും യാത്രയായി. ഇങ്ങനെ ഇവിടെ ഭഗവാൻ പറഞ്ഞ പ്രകാരം തന്നെ ഇതാ മനു ചക്രവർത്തിയും ഭാര്യയായ ശതരൂപാദേവിയും മധ്യമപുത്രിയായ ദേവഹൂതിയും അവിടേക്ക് വന്നു, കർദമൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. ഇവിടെ ഒരു രാജാവ് എന്ന നിലയിൽ ഇതാ ഇവിടെ കർദമനെ നമസ്കരിച്ചു. മനു ചോദിച്ചു, മനു പറഞ്ഞു, എൻ്റെ ആദ്യം തന്നെ ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങോട്ട് വന്നത്? അപ്പോൾ സ്വയംഭൂമന് പറഞ്ഞു, എൻ്റെ മകളെ അങ്ങയെ ഏൽപ്പിക്കാനാണ് ഞാനിപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. നോക്കൂ, അങ്ങയുടെ സൗന്ദര്യത്തിലും ധാർമ്മികതയിലും തപസ്സിലും ഒക്കെ ഞാനിതാ തൃപ്തനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല എൻ്റെ ഈ പുത്രി പ്രിയവ്രതൻ്റെയും ഉത്ഥാനവാദൻ്റെയും സഹോദരി കൂടിയാണ്. അപ്പോൾ കർദമൻ ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ മകളെ സ്വീകരിക്കാം, സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു നിബന്ധനയുണ്ട്. അത് അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ അങ്ങയുടെ മകളെ ഞാൻ സ്വീകരിക്കാം. എന്തായിരുന്നു അത് എന്നാണെങ്കിൽ പറഞ്ഞു, നോക്കൂ, എനിക്ക് മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഗൃഹസ്ഥ ആശ്രമം വിട്ട് വാനപ്രസ്ഥം അല്ലെങ്കിൽ തപസ്സിനായിട്ട് ഗൃഹസ്ഥിൽ നിന്നും പോകും. അതുവരെ മാത്രമേ ഞാൻ അങ്ങയുടെ മകളോട് കൂടെ ജീവിക്കുള്ളൂ. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കും. അതിന്
സമ്മതമാണെങ്കിൽ ഞാൻ അങ്ങയുടെ പുത്രിയെ വിവാഹം കഴിക്കാം എന്നാണ്. ഏതായാലും കർദമൻ്റെ ആ വ്യവസ്ഥയെ ഇവർ അംഗീകരിച്ചു. അങ്ങനെ ദേവഹൂതിയെ അവിടെ കർദമന് വിവാഹം ചെയ്തു കൊടുത്തു. ദേവഹൂതിയെ കർദമനെ ഏൽപ്പിച്ച് സ്വയംഭവനവും ശതരൂപാദേവിയും അവരുടെ നഗരത്തിലേക്ക്, ബർഹിസ്മതി എന്നു പേരുള്ളതായ അവരുടെ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഇവിടെ മഹാദേവൻ തപസ്സനുഷ്ഠിക്കുമ്പോൾ ശ്രീ പാർവതീദേവി എങ്ങനെയാണോ മഹാദേവനെ പരിചരിച്ചത്, അപ്രകാരം ദേവഹൂതി കർദമനെ പരിചരിച്ചു എന്ന് പറയണം. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. എന്നിട്ടും ഒരു പരിഭവവും പരാതിയും ഒന്നുമില്ലാതെ പഴയ ഉത്സാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇതാ ദേവഹൂതി തൻ്റെ കർമ്മങ്ങൾ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈശ്വരഭക്തിയോടുകൂടെ ചെയ്തു എന്ന് പറയാണ്. ഇങ്ങനെ കുറച്ച് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ കർദമൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോഴോ നോക്കൂ, ദേവഹൂതി അനുഷ്ഠിച്ചിരുന്നതായ ആ വ്രതങ്ങൾ കാരണം ദേവഹൂതി ക്ഷീണിച്ചിരിക്കണം, ശരീരം ക്ഷീണിച്ചിരിക്കണം. അനവധി രാത്രികൾ ഉറക്കമില്ലായ്മ കാരണം കണ്ണിന് ശോഭ കുറഞ്ഞിരിക്കണം. എന്നാൽ ആ ഉത്സാഹത്തിനൊന്നും യാതൊരു കുറവുമില്ല. ഇത് കണ്ട കർദമൻ അവളെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ദേവഹൂതിയോട്, ദേവഹൂതി, നിൻ്റെ സ്വഭാവത്തിലും നിൻ്റെ നിഷ്കളങ്കമായ ആ സ്നേഹത്തിലും ഞാനിതാ സന്തുഷ്ടനായിരിക്കണം. മാത്രമല്ല, നീ രാജകന്യകയായിട്ട് പിറന്ന് സർവസുഖ സമൃദ്ധിയിലും വളർന്നു പോന്നവളാണ്. അങ്ങനെയുള്ള ഭവതി ഇതാ ഇവിടെ ഇത്രയും കാലം ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, ദാരിദ്ര്യം അനുഭവിച്ചു. എന്നിട്ടും ഒരിക്കലെങ്കിലും ദേവി ദുഃഖിതയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ് നിൻ്റെ ആഗ്രഹം? ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ, ഇന്നത്തെ കുട്ടികളുമായിട്ട് അതൊന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇന്നത്തെ കുട്ടികൾ എങ്ങനെ വിവാഹം കഴിച്ച് കൊണ്ടുപോയാൽ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി പോരുന്നവരാണ്. അങ്ങനെയല്ല വേണ്ടത് എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരാണ്. നോക്കൂ, രാജകുടുംബത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും വളർന്നതായ ദേവഹൂതി ഇതാ എത്രയോ വർഷങ്ങൾ ആ കാട്ടിൽ, ആശ്രമത്തിൽ അവിടെ കിട്ടുന്നതായ കായ്ക്കനികൾ ഭക്ഷിച്ചുകൊണ്ട് പട്ടുവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് അല്ലേ അവിടെ സന്തോഷത്തോടുകൂടി ജീവിച്ചു, പരിഭവവും പരാതിയുമില്ലാതെ എന്നാണ്. ഇത് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരാണ്. ദേവഹൂതി പറഞ്ഞു, പ്രാണവല്ലഭ, അങ്ങിപ്പോൾ എന്താണ് ഭഗവതിയുടെ ആഗ്രഹം എന്ന് ചോദിച്ചില്ലേ? ഞാനൊരു സ്ത്രീയാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആഗ്രഹം അമ്മയാവുക എന്നത് തന്നെയാണ്. അത് പ്രകൃതിയുടെ ഒരു വികൃതി കൂടിയാണ് എന്നാണ്. അതുകൊണ്ട് അത് മാത്രമേ എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ. കർദമൻ ചിരിച്ചുകൊണ്ട് ദേവഹൂതിയോട് പറഞ്ഞു, ഭഗവതിയുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ കർദമൻ ഇവിടെ തൻ്റെ സ്വന്തം യോഗശക്തി കൊണ്ട് ഒരു വിമാനം അവിടെ നിർമ്മിച്ചു എന്നാണ്. ആ വിമാനത്തിൽ സകല സുഖ സൗകര്യങ്ങളും ഉണ്ട്. കാമകം എന്നാണ് ആ വിമാനം. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകാം, എല്ലാം ആ വിമാനത്തിൽ ഇരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ കർദമൻ ദേവഹൂതിയോട് പറഞ്ഞു, ദേവഹൂതി, ഇതാ ഈ ബിന്ദു സരസ്സിൽ പോയിട്ടൊന്ന് സ്നാനം ചെയ്ത് വരൂ എന്ന്. അങ്ങനെ ദേവഹൂതി ആ ബിന്ദുസരത്തിൽ പോയി സ്നാനം ചെയ്ത് അതിൽ നിന്നും കയറിയപ്പോഴോ പഴയതുപോലെ സുന്ദരിയായിട്ട്, സുന്ദരത്തിനൊന്നും കുറവില്ല, പക്ഷേ മുടിയൊക്കെ ജട പിടിച്ചിരുന്നു, കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ ക്ഷീണമുണ്ടായിരുന്നു. അതെല്ലാം മാറി പഴയതിനേക്കാളും സുന്ദരിയായിട്ട് തീർന്നു. കർദമനും ഇവിടെ ഗന്ധർവനെ പോലെ ആയി എന്നാണ്. അങ്ങനെ അവർ ആ വിമാനത്തിൽ കയറി യാത്ര തുടങ്ങി. അനവധി വർഷം അവർ വിമാനത്തിൽ യാത്ര ചെയ്തു. ഇതിനിടയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് 9 പെൺകുട്ടികളുണ്ടായി. ഇപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചു പോകേണ്ട കാലമായി എന്ന് കർദമന് മനസ്സിലായി. അങ്ങനെ കർദമൻ പറഞ്ഞു, ഇനി നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് പോകാം എന്ന്. ഈ സമയത്താണ് ദേവഹൂതിക്ക് ഓർമ്മ വന്നത്. വിവാഹ സമയത്ത് കർദമൻ പറഞ്ഞ വാക്കുകൾ അല്ലേ, കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് തപസ്സിന് പോകും എന്ന് കർദമൻ പറഞ്ഞത് ദേവഹൂതിക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. ദേവഹൂതി കർദമനോട് പറഞ്ഞു,
അദ്ദേഹം പറയാണ്, നോക്കൂ, എനിക്കിപ്പോൾ ഈ 9 കുട്ടികളുണ്ട്. അങ്ങ് ഇപ്പോൾ എന്നെയും ഈ കുട്ടികളെയും ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയാൽ ആരാ ഈ കുട്ടികളുടെ വിവാഹം നടത്തണം? ഇതൊക്കെ ഇപ്പോൾ ആരാ ചെയ്യുക? അതുകൊണ്ട് എനിക്ക് ഒരു പുത്രനെ കൂടെ അങ്ങ് അനുഗ്രഹിച്ചു തരണം. ഈ സംസാര ബന്ധത്തിൽ നിന്നും എന്നെ മുക്തയാക്കാൻ ഉതകുന്നതായ ഒരു പുത്രനെയായിരുന്നു അങ്ങ് എനിക്ക് തരേണ്ടത് എന്നാണ്. ഈ സമയത്ത് കർദ്ധവൻ പറഞ്ഞു, ഭവതി ദേവി ഒട്ടും വിഷമിക്കണ്ട. സാക്ഷാൽ നാരായണൻ ഭവതിയുടെ മകനായിട്ട് പിറക്കുമെന്ന് ഭഗവാൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദേവി ഒരു കാര്യം ചെയ്യും, ഭഗവാനെ സ്വീകരിക്കാൻ തക്ക യോഗ്യത ഉണ്ടാവാനായി ഇന്നു മുതൽ ഭവതി വ്രതങ്ങൾ അനുഷ്ഠിച്ചോളൂ എന്ന് പറയണം. ഭഗവാൻ തന്നെ പുത്രനായി പിറന്ന് ഭവതിക്ക് ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു തരും എന്ന് കർദ്ധവൻ പറഞ്ഞു. അത് കേട്ട ദേവഹൂതി ഭക്തിനിഷ്ഠകളോടുകൂടെ ഭഗവാനോ പൂജിക്കാനും സേവിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇതാ ദേവഹൂതിയുടെ ആ ഗർഭത്തിലേക്ക് ഭഗവാൻ ആവിർഭവിക്കണം. ശേഷം ഭഗവാൻ അവതരിച്ചു. കപിലൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു എന്നറിഞ്ഞതായ ബ്രഹ്മാവ് മരീചി തുടങ്ങിയ ഋഷിമാരോടുകൂടെ ആ കർദ്ധമൻ്റെ ആശ്രമത്തിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് കർദ്ധമൻ്റെ 9 പെൺമക്കളെ ഇവിടെ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, അഥർവ എന്നീ ഋഷിമാർക്ക് 9 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു കൊടുത്തു. പിന്നീട് കർദ്ധമൻ തൻ്റെ പുത്രനെ ഏകാന്തതയിൽ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, കർദ്ധമൻ അറിയാൻ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ സ്തുതിക്കാനായിട്ട് എനിക്ക് വാക്കുകളില്ല. അവിടുത്തെ കാൽക്കളിൽ വീണ് നമസ്കരിക്കാൻ മാത്രമേ ഇപ്പോൾ എനിക്ക് സാധിക്കുള്ളൂ. നിർഗുണ ബ്രഹ്മമായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് സഗുണാകാരനായിട്ട് ഞങ്ങളുടെ പുത്രനായിട്ട് ഇപ്പോൾ ഇവിടെ അവതരിച്ചു. അത് എന്തിനു വേണ്ടിയാ? ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി, ലോകത്തിന് സാങ്ഖ്യശാസ്ത്രത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി. അതാണല്ലോ ഭഗവാനെ അവിടുത്തെ ഈ കപില അവതാരത്തിൻ്റെ ഉദ്ദേശം. അവിടുന്ന് പുത്രനായിട്ട് പിറന്നത് കൊണ്ട് ഞാനിതാ എൻ്റെ ഋണത്രയങ്ങളിൽ നിന്നും മോചിതനായിട്ടിരിക്കണം, മുക്തനായിട്ടിരിക്കണം. സർവസംഘ പരിത്യാഗിയായിട്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ യാത്ര ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് അനുവാദം തരണം എന്നിങ്ങനെ കർദ്ധമൻ ഇവിടെ കപില ഭഗവാനോട് പറയാണ്. ഇത് കേട്ട് കപില വാസുദേവൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് സദാ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അങ്ങ് സഞ്ചരിച്ചോളൂ. അങ്ങനെ അങ്ങയ്ക്ക് എൻ്റെ പരമപദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അങ്ങയ്ക്ക് പോകുന്ന അവസരത്തിൽ അമ്മയെക്കുറിച്ച് അങ്ങൊട്ടും വിഷമിക്കേണ്ട. അമ്മയ്ക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനോപദേശങ്ങളെല്ലാം നൽകി അമ്മയെ ഈ സംസാരത്തിൽ നിന്നും ഞാൻ കരകയറ്റിക്കോളാം എന്ന് അവിടെ കപില ഭഗവാൻ കർദ്ധമ മഹർഷിയോട് പറയാണ്. ഭഗവാന്റെ പാദങ്ങളിലേക്ക് അമ്മയെ ഞാൻ തന്നെ എത്തിച്ചോളാം, അതുകൊണ്ട് അങ്ങ് സമാധാനമായിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കോളൂ എന്നാണ്. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ചതായ കർദ്ധവൻ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അവിടെ നിന്നും വനത്തിലേക്ക് പോയി. നോക്കൂ, ഇവിടെ പറയണു, സമുദ്രത്തിലെ തിരകളിലടങ്ങി പ്രശാന്തം ആവുന്നത് പോലെ കർദ്ധവൻ്റെ മനസ്സ് നിശ്ചലവും ശാന്തവുമായി. അങ്ങനെയുള്ള ആ മനസ്സാന്നിധ്യത്തിൽ ഇതാ കർദ്ധമ മഹർഷി ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അതിനുശേഷം ഇവിടെ ബാലനായിട്ടുള്ള കപിലൻ തൻ്റെ അമ്മയായ ദേവഹൂതിയോടുകൂടെ ആ ബിന്ദുസരസിൽ അങ്ങനെ താമസിച്ച് വരികയാണ്. അങ്ങനെയിരിക്കെ ദേവഹൂതി ബ്രഹ്മാവിൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു എന്നാണ്. ദേവഹൂതി ഓർമ്മിക്കുകയാണ് ബ്രഹ്മാവ് പറഞ്ഞ വാക്കുകൾ. എന്താണ് അന്ന് ബ്രഹ്മാവ് ദേവഹൂതിയോട് പറഞ്ഞത് എന്നാണെങ്കിൽ പറഞ്ഞു, പ്രിയപ്പെട്ട മനുപുത്രി എന്ന് വിളിച്ചിട്ടാണ് ബ്രഹ്മാവ് ദേവഹൂതിയോട് പറഞ്ഞത്. നോക്കൂ, ഭഗവാൻ നാരായണൻ ഈ ലോകത്തിന് ബ്രഹ്മവിദ്യ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലേക്കായിട്ട് ഇതാ നിന്റെ പുത്രനായിട്ട് ജനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം നിന്നെയും ബ്രഹ്മവിദ്യ പഠിപ്പിക്കും. അത് കാരണം ഈ സംസാരത്തിന് കാരണമായ അജ്ഞാനത്തിൽ നിന്നും ദേവഹൂതി നീ മുക്തയായിട്ട് തീരും. ഇതായിരുന്നു
ആ സമയത്ത് മനസ്സിലായി ഇതാ തൻ്റെ പുത്രൻ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ പുത്രൻ്റെ അടുക്കലേക്ക് ദേവഹൂതി ചെന്നു. എന്നിട്ട് പറഞ്ഞു, കപില ഭഗവാനോട് ദേവഹൂതി ചോദിക്കുകയാണ്, അതെ, എത്ര തന്നെ അനുഭവിച്ചാലും തൃപ്തി വരാത്തതായ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹം കാരണം ഞാനിതാ ഈ മായാമോഹത്തിൽപ്പെട്ട് കിടക്കുകയാണ്. നിർവിണ്ണ നിതരാം ഭൂമൻ അസദിന്ദ്രിയ ദർശനാൽ ഏന സംഭാവ്യമാനേന പ്രപന്നാന്തം തമപ്രഭു. നോക്കൂ, ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എത്ര കാലമായി പാടുപെടുന്നു, എന്നിട്ടോ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഒരു സുഖവും കിട്ടണില്ല, മാത്രമല്ല ദുഃഖം കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ എനിക്ക് ഒരു സമാധാനം കിട്ടണില്ല എന്നിങ്ങനെ കപില ഭഗവാനോട് ദേവഹൂതി ചോദിക്കുകയാണ്. ഇത് കേട്ട കപില ഭഗവാൻ പറഞ്ഞു, അമ്മേ, മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. നോക്കൂ, മനസ്സ് ഈ ലോകവിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ആ ലോകവിഷയങ്ങളിൽ ആസക്തമാകുമ്പോൾ മനസ്സ് ബന്ധത്തിന് കാരണമായി തീരുന്നു. എന്നാൽ അതേ മനസ്സ് വേറല്ല, മനസ്സൊന്നേ ഉള്ളൂ. ഇതേ മനസ്സ് ഭഗവാനിലേക്ക് ചേരുമ്പോൾ അത് മുക്തിക്ക് കാരണമാകുന്നു എന്നാണ്. ഇവിടെ കപില ഭഗവാൻ പറയുന്നു, ഞാൻ എൻ്റെ എന്ന തോന്നലാണ് എല്ലാറ്റിനും കാരണം. ആ ഒരു തോന്നൽ, ഞാൻ എൻ്റെ എന്നുള്ളതായ ആ അഹങ്കാരം, ആ തോന്നൽ നോക്കൂ, എന്നാണോ മനസ്സിൽ നിന്ന് പോകുന്നത്, അതോടുകൂടെ മനസ്സ് കാമക്രോധാദികളിൽ നിന്നും സ്വതന്ത്രമാവുന്നു. ഈ കാമക്രോധാദികളൊക്കെ മനസ്സിൽ നിന്നും വിട്ടുപോയാൽ മനസ്സ് പരിശുദ്ധമായി തീരും. അങ്ങനെ പരിശുദ്ധമായ മനസ്സിൽ ഭഗവാൻ എപ്പോഴും വിളയാടിക്കൊണ്ടിരിക്കും എന്നാണ്. അതുകൊണ്ട് അമ്മേ, മുക്തിയെ സമ്പാദിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. മനസ്സിനെ നല്ല വഴിക്ക് തിരിക്കുവാൻ ഏറ്റവും നല്ല മാർഗം അത് സംഗമമാണ്. സജ്ജനങ്ങളുമായിട്ട് എപ്പോഴും കൂടിച്ചേരാൻ സാധിക്കുക. സജ്ജന സംഗമത്തിന് മനസ്സിൽ ആസക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നോക്കൂ, പതുക്കെ പതുക്കെ ആ ലൗകിക വിഷയങ്ങളിലേക്കുള്ള ആസക്തി കുറയുന്നതാണ്. അതുകൊണ്ട് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ 3 മാർഗങ്ങളാണ് ഈ സാക്ഷാത്കാരത്തിനുള്ളതായ വഴികൾ. ആ ഭഗവത് കഥകൾ അതിങ്ങനെ മനസ്സിൽ എപ്പോഴും കേട്ട് ആ മനസ്സ് ഭഗവാനിലേക്ക് രമിക്കുമ്പോൾ ഭഗവാനിൽ ഒരു പ്രേമുണ്ടാവും നമുക്കൊക്കെ. ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന സുഖങ്ങളെല്ലാം വളരെ ക്ഷണികമാണ് എന്നും അവ നശിക്കുന്നതാണ് എന്നും ഭഗവാനോട് കൂടിച്ചേരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ച് ഉത്കൃഷ്ടമായ ആ ഭക്തിയോഗത്തെ വളർത്തിക്കഴിഞ്ഞാൽ അമ്മേ, സർവ പുരുഷാർത്ഥങ്ങളെയും സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഭക്തിയോഗത്തെ പറഞ്ഞതിന് ശേഷം സാഖ്യശാസ്ത്രത്തെയാണ് ഇവിടെ കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു, ഈ ജഗത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്നതായ അചിന്ത്യമായ ആ ശക്തിയെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് സത്വരജ തമോ ഗുണങ്ങളെ സ്വീകരിക്കണം. അങ്ങനെ ഈ പുരുഷൻ സത്വരജ തമോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രകൃതി ഉണ്ടാവുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് പ്രധാനമായി വേണ്ടതായ ആ ത്രിഗുണ ശക്തി വിശേഷമാണ് ഈ പ്രകൃതി. ഇവിടെ പറയുന്നുണ്ട്, പഞ്ചഭൂതങ്ങൾ, ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം, അവയുടെ തന്മാത്രകളായ ശബ്ദ, രൂപ, സ്പർശ, ഗന്ധ, രസ, അവയെ ഗ്രഹിക്കുന്നതായ കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇവയെ ചലിപ്പിക്കുന്നതായ പ്രാണൻ, ഉദാനൻ, അപാനൻ, സമാനൻ, വ്യാനൻ എന്ന പ്രാണശക്തികൾ, ഈ 20 എണ്ണത്തിനെയും സചേതനമാക്കുന്നതായ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ 24 ഘടകങ്ങൾ ചേർന്നതാണ് വ്യക്തി അല്ലെങ്കിൽ ഉപാധി എന്ന് പറയുന്നത്. ഈ 24 ഘടകങ്ങളിലും അഹന്ത മമതയോടെ അഭിമാനിക്കുന്ന അതാണ് ജീവൻ. ആ ജീവൻ എപ്പോഴും ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്.
കാരണം എന്താ? പ്രകൃതിയുടെ സങ്കല്പത്തിൽ നിന്നും മഹത്തത്വം, അതിൽ നിന്നും അഹത്തത്വം, ഈ ത്രിഗുണങ്ങളുടെ സമ്പർക്കം കൊണ്ട് ഈ അഹത്തത്വം ഇവിടെ സത്വരജം സത്വപ്രധാനമായിട്ട്, രാജസപ്രധാനമായിട്ട്, താമസപ്രധാനമായിട്ട് അങ്ങനെ 3 രൂപങ്ങളെ എടുക്കണം. ഈ സത്വപ്രധാനത്തിൽ നിന്ന്, സത്വഗുണത്തിൽ നിന്ന് ദേവന്മാർ, രജോഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, അതുപോലെ തമോ ഗുണത്തിൽ നിന്ന് ശബ്ദാദി പഞ്ചതന്മാത്രകൾ, ആകാശാദി പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെ ഉണ്ടായതാണ്. ഇങ്ങനെ ആ കാലശക്തിയുടെ പ്രഭാവം അനുസരിച്ച് ഇതെല്ലാം ചലിച്ച് ഒന്നായിട്ട് ഒരു അണ്ഡമായിട്ട് തീർന്നു. അങ്ങനെ ഈശ്വര ചൈതന്യം അതിലേക്ക്, ആ അണ്ഡത്തിലേക്ക് സ്വരൂപിച്ചപ്പോഴാണ് ആ അണ്ഡം പൊട്ടി വികസിക്കാനായിട്ട് തുടങ്ങിയത്. അതാണ് പ്രപഞ്ചം, അല്ലെങ്കിൽ ഭഗവാന്റെ വിരാട് സ്വരൂപം എന്ന് പറയുന്നത്. ഇങ്ങനെ സാഖ്യശാസ്ത്രത്തെ അവിടെ കപില ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക്, അമ്മയ്ക്ക് എന്ന നിലയിൽ നമ്മൾക്ക് പറഞ്ഞു തന്നു എന്നാണ്. പിന്നീട് അഷ്ടാംഗയോഗത്തെയാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ പറയുന്നു, നിരന്തര യോഗ സാധനകളെ കൊണ്ട് മാത്രമേ നമ്മുടെ അന്ധകരണത്തിലെ ആ രാഗാദി വികാരങ്ങളെയും അതുപോലെ തന്നെ കർമ്മവാസനകളെയും അകറ്റി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കൂ എന്നാണ്. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ധർമ്മനിഷ്ഠതയുള്ളതായ ഒരു സ്വധർമ്മ ആചരണമാണ് എന്നാണ്. നോക്കൂ, ഈ ഒരു ലൗകിക ജീവിതം അത് ആവശ്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ യോഗ സാധനയിലെ ജപവും ധ്യാനവും ഒക്കെ നമ്മൾ ശീലിക്കണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെ അഷ്ടാംഗ യോഗങ്ങളെയൊക്കെ അഭ്യസിക്കണം. ശ്രവണ, കീർത്തന, സ്മരണ, പാദസേവനം, അർച്ചനം, ബന്ധനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെ ആ 9 തരത്തിലുള്ളതായ ആ ഭക്തി മാർഗങ്ങളെ സ്വീകരിക്കണം. പിന്നെയോ സർവഭൂതങ്ങളിലും ആ ഈശ്വര ചൈതന്യത്തെ കാണണം. അഹം സർവേഷു ഭൂതേഷു പറയുന്നുണ്ടല്ലേ, എല്ലാറ്റിലും ഈശ്വര ചൈതന്യത്തെ കാണാൻ സാധിക്കണം. മാത്രമല്ല അവരവരുടെ കർമ്മങ്ങൾ എന്തായാലും അതെല്ലാം തന്നെ ഈശ്വര പൂജയായിട്ട് ചെയ്യണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന മട്ടിൽ ഭഗവാനെ ഭഗവാൻ സന്തോഷിക്കണേ എന്നുള്ള വിധത്തിലായിരിക്കണം നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്. അതിനുശേഷം ധ്യാനയോഗത്തെയാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. ഇവിടെ പറയുന്നു സഗുണധ്യാനം. ആ സഗുണധ്യാനത്തിൽ നമ്മുടെ ഇഷ്ടദേവൻ ആരായാലും ആ ഇഷ്ടദേവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് കേശാദിപാദമായും പാദാദികേശമായും ഭഗവാന്റെ ഓരോരോ അവയവങ്ങളെ പൂർണ്ണമായ ശ്രദ്ധയോടെ കണ്ടുകൊണ്ട് ഭക്തിയോടുകൂടെ ആനന്ദ നിർവൃതി നേടാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, സാധിക്കും. ഇവിടെ ഉള്ളവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നീട് അതിനുശേഷം സകലതും ഭഗവാനിൽ അർപ്പിച്ച് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ഏകാഗ്രമായിട്ട് ധ്യാനിക്കണം എന്നാണ്. ഇവിടെ ക്രമേണ ആ ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയായിട്ടുള്ള ആ സമാധി ഭാവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആ സമാധി അവസ്ഥയിൽ താൻ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു എന്നുള്ളതായ ഒരു അനുഭവം നമുക്കുണ്ടാവും. ആ സമയത്ത് അനുഭവിക്കുന്നതായ ഒരു ആത്മാനന്ദമുണ്ട്. അതാണ് ആത്മാനന്ദം എന്ന് പറയുന്നത്. ആ ഒരു ആനന്ദമാണ് ആത്മാനന്ദം എന്ന്. അങ്ങനെ ആ പരമപുരുഷനെ അല്ലെങ്കിൽ ആ ആത്മാവിനെ അറിയുക എന്നതാണ് ആ ആനന്ദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നോക്കൂ, അവിടെ ധ്യാനിക്കുന്നവൻ ധ്യാനിക്കപ്പെടുന്നവൻ എന്നുള്ളതായ ഒരു ദ്വന്ദ്ഭാവം അത് ഇല്ലാതായിട്ട് തീരുന്നു. അവിടെ താൻ പരമാത്മാവാണ് എന്ന് അനുഭവിച്ച അറിയുകയാണ് ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നതായ അവസ്ഥ. അതുവരെ ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ച ആളിന്
നോക്കൂ, ആ ദേഹാഭിമാനം ഇല്ലാതായിത്തീരുന്നു. ഇതോടുകൂടെ ആ ജീവൻ അവിടെ മുക്തനായിട്ട് തീരുന്നു എന്നിങ്ങനെ ധ്യാനയോഗത്തെയും അവിടെ കപില ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ദേവഹൂതി ചോദിച്ചത്, പലതരത്തിലുള്ള ഭക്തിയെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണേ എന്നാണ്. ഇവിടെ കപില ഭഗവാൻ പറഞ്ഞു, സാത്വിക ഭക്തന്മാരുണ്ട്, രാജസഭക്തന്മാരുണ്ട്, താമസഭക്തന്മാരുണ്ട്, ഇതിനൊക്കെ പുറമെ നിർഗുണഭക്തിയും ഉണ്ട് എന്നാണ്. എന്താ ഈ താമസഭക്തന്മാർ? താമസഭക്തന്മാർ പറഞ്ഞാൽ ഹിംസ, മാത്സര്യം, ഇതൊക്കെയാണ് അവർ. അതുമല്ല, അന്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാനെ സേവിക്കുന്നവർ ചില ആൾക്കാരുണ്ട്. അവരെയാണ് താമസഭക്തന്മാർ എന്ന് വിളിക്കുന്നത്. രാജസഭക്തന്മാരെന്ന് പറഞ്ഞാലോ, രാജസഭക്തന്മാരെ തനിക്ക് കീർത്തി വേണം, തനിക്ക് ഭോഗങ്ങൾ വേണം, അല്ലേ? തനിക്ക് സ്വന്തം കീർത്തിയും സ്വന്തം ഭോഗങ്ങളുമൊക്കെ അനുഭവിക്കാനായിട്ട് ഭഗവാനെ ഉപാസിക്കുന്നവരുണ്ട്. തനിക്ക് മാത്രം ശ്രേയസ് വേണം എന്നുള്ളൊരു ഭാവത്തിൽ ഉപാസിക്കുന്നവരാണ് രാജസഭക്തന്മാർ എന്നാണ്. എന്നാൽ സാത്വിക ഭക്തന്മാർ അവനവൻ്റെ കർത്തവ്യങ്ങൾ എന്തായാലും അത് ഭഗവത് സമർപ്പണമായിട്ട് ചെയ്ത് ഭഗവാനെ സേവിക്കുന്നവരാണ്. ഇതിനൊക്കെ പുറമെ നിർഗുണഭക്തി. എന്താ നിർഗുണഭക്തി എന്ന് പറഞ്ഞാൽ ഫലത്തിൽ കാംക്ഷയില്ലാതെ, അല്ലേ? ഒരു കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടുമെന്നുള്ളൊരാഗ്രഹമില്ലാതെ ഭഗവാനെ അവിടുന്ന് സന്തോഷിക്കണേ എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഭാവത്തിൽ ഭഗവാനെ സേവിക്കുന്നവരാണ് നിർഗുണഭക്തന്മാർ എന്നാണ്. അപ്പോൾ ദേവഹൂതി ചോദിച്ചു, അല്ല, ഈ വിഗ്രഹ ആരാധന ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. അതിന് കപില ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അമ്മേ, ഈ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ നോക്കൂ, സർവേശ്വരൻ അന്തര്യാമിയായി സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കാതെ വിഗ്രഹത്തിൽ മാത്രമാണ് ഭഗവാൻ ഉള്ളത് എന്ന് വിചാരിച്ച് വിഗ്രഹാരാധന നടത്തിയാൽ അത് മൂഢത്വമാണ് എന്നാണ്. അങ്ങനെ വെറും വിഗ്രഹാരാധന നടത്തുന്നത് ഭസ്മത്തിൽ ഹോമിക്കുന്നത് പോലെയാണ് എന്നാണ്. ഭസ്മം ഹോമിക്കപ്പെട്ട വസ്തുവാണ്, വീണ്ടും ഭസ്മത്തിനെ ഹോമിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ഈ വിഗ്രഹത്തിൽ മാത്രമേ ഭഗവാൻ ഉള്ളൂ എന്ന് വിചാരിച്ച് വിഗ്രഹാരാധന നടത്തിക്കഴിഞ്ഞാൽ അവരെ മൂഢൻ എന്നേ വിളിക്കാൻ പാടുള്ളൂ. എങ്ങനെ വേണം? നോക്കൂ, സർവേശ്വരൻ അന്തര്യാമിയായി സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കി വിഗ്രഹത്തെ ആരാധന ചെയ്യണം എന്നാണ്. ഭഗവാന്റെ ചൈതന്യം സകലത്തിലും ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കി ആ ദിവ്യ ചൈതന്യത്തെ വിഗ്രഹത്തിലും കണ്ടുകൊണ്ട് വേണം വിഗ്രഹാരാധന നടത്താനായിട്ട് എന്നാണ്. ഇനിയിപ്പോൾ അവിടെ കപില ഭഗവാൻ പറയുകയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രയാസമാണെങ്കിൽ ഇതൊന്നും വേണ്ട, പിന്നെ എന്ത് മതി? സ്വന്തം ധർമാനുഷ്ഠാനങ്ങൾ ഭഗവത് സമർപ്പണമായിട്ട് ചെയ്താൽ മാത്രം മതി. വിഗ്രഹാരാധന എന്നത് നോക്കൂ, ആ ഭഗവാന്റെ സർവേശ്വരത്വം അറിയാനുള്ളതായ ഒരു മാർഗം മാത്രമാണ്. സകല ചരാചരങ്ങളിലും ആത്മഭാവം ദർശിക്കുന്നതായ പരമഭാഗവതനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ എന്നിവിടെ കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് കാലസ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ അത്ഭുതകരമായ സ്വരൂപം എന്താണ്, എങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് എന്നിങ്ങനെ പലതും ഇവിടെ ദേവഹൂതി കപില ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഈശ്വരൻ കാലസ്വരൂപനാണ്. ഭൗതികതയിൽ ഇഷ്ടമുള്ള പലതിനെയും കാലം നശിപ്പിച്ചു എന്ന് വരാം. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതിനെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴും ഇഷ്ടമുള്ളവർ മരിക്കുമ്പോഴും സ്വാഭാവികമായും നമ്മളൊക്കെ ദുഃഖിക്കണം. എന്നാൽ ഇവിടെ പറയണു കപില ഭഗവാൻ, ആത്മതത്വത്തെ അറിഞ്ഞ് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ ഒന്നും തന്നെ ശരിയായ അനുഭവങ്ങളല്ല, ആത്മസ്വരൂപത്തിന് നാശവും ഇല്ല എന്ന് മനസ്സിലാവും എന്നാണ്. അത് എപ്പോഴും ആത്മാവ് എന്ന് പറയുന്നത് എപ്പോഴും സച്ചിദാനന്ദ രൂപമാണ് എന്ന് ആ അറിവ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഇവിടെ കപില ഭഗവാൻ പറയുന്നത്. അതിനുശേഷം
ഈ വിഷയാസക്തനായ ഒരാൾ ആ കാലസ്വരൂപനായ ഭഗവാന്റെ പ്രഭാവത്തെ മനസ്സിലാക്കാതെ ജീവിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ദേവഹൂതിയുടെ അടുത്ത ചോദ്യം. അതിന് കപില ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഈ വിഷയങ്ങളിൽ നിന്നും കിട്ടുന്നതായ സുഖം അത് നോക്കൂ, നശ്വരമാണ് എന്നറിയാതെ ഈ ജീവിതകാലം മുഴുവൻ മനുഷ്യൻ വിഷയസുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിച്ചു കൊണ്ടിരിക്കാം. കുട്ടിക്കാലം എടുത്തു നോക്കിയാൽ നോക്കൂ, കുട്ടിക്കാലത്ത് വിനോദങ്ങളിൽ ഏർപ്പെട്ട് ആ ബാല്യകാലം അങ്ങനെ കഴിയണം. എന്നാൽ യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ വളരെ വളരെ ആഗ്രഹങ്ങളുമായിട്ട് ആഗ്രഹപൂർത്തിക്കായിട്ട് കാമാർത്ഥികളുമായിട്ട് ആ സാഗരത്തിലേക്ക് എടുത്തു ചാടുന്നു എന്നാണ്. പിന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തത്രപ്പാട്. വിവാഹം കഴിക്കണം, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ പോറ്റി വളർത്തണം, അതിന് ധനം വേണം, ധനം ആർജിക്കാനായിട്ടുള്ള ശ്രമം, അതിൽ മുഴുകി ഗൃഹസ്ഥ ജീവിതം നയിച്ച് അവരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള നെട്ടോട്ടം. ഇതിനിടയിൽ കാലങ്ങൾ പോകുന്നത് അറിയണില്ല എന്നാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴാണ്, കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് മുടി നരച്ചിട്ടുണ്ടാവും, ദേഹം ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ വളർത്തി വലുതാക്കിയ മക്കളൊക്കെ അവരവരുടെ വഴിക്ക് പോയിട്ടുണ്ടാവും. അല്ല, അവർക്ക് പോവാതിരിക്കാൻ പറ്റില്ല കേട്ടോ, പോണം. പിന്നെ നോക്കൂ, രോഗങ്ങൾ പതുക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ആ സമയത്ത് ആകെ ഒരു ഉത്കണ്ഠ, നിരാശ, തൻ്റെ യൗവനത്തെ ഓർത്തു പോകുന്നതാണ്. പറയത്രേ, എൻ്റെ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ ഞാൻ അതു ചെയ്യുമായിരുന്നു, ഇതു ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ആര് കേൾക്കാനാ? ആരും ഉണ്ടാവില്ല. അങ്ങനെ ഓർക്കവേ മരണശയ്യയിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പ്രാണൻ ശരീരത്തെ 9 ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ പുറത്തു പോകുന്നു. പാപത്തിൻ്റെ ശക്തിക്കനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് ആ ജീവിത രീതിക്കനുസരിച്ച് അതിൻ്റെ അനുഭവങ്ങൾക്കായി ആ പ്രാണൻ ചന്ദ്രലോകത്തിലോ നരകത്തിലോ സ്വർഗത്തിലോ എവിടെയാണോ അറിയില്ല ചെന്ന് പതിക്കും. അതൊക്കെ അവരവരുടെ ജീവിത രീതിക്കനുസരിച്ചിട്ടായിരിക്കും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഇങ്ങനെ ജനിച്ചു മരിച്ച് പുണ്യവും ഭാവവും സമമാകുമ്പോൾ ഇതാ വീണ്ടും മനുഷ്യജന്മം കിട്ടണം. ഇങ്ങനെ ജനമരണ പുനരാവർത്തിയിൽ കറങ്ങുന്ന ജീവൻ തൻ്റെ പ്രാരബ്ധത്തിൻ്റെ ബലം അനുഭവിക്കാനായി അന്നത്തിൽ കൂടെ തൻ്റെ പിതാവാകാൻ പോകുന്ന ആളിലേക്ക് എത്തുന്നു. ആ പിതാവിൻ്റെ രേതസ്സിൽ നിന്നും ആരാണോ തൻ്റെ മാതാവാകാൻ പോകുന്നത് അവരുടെ ഗർഭോദരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടെ വെച്ച് 10 ദിവസം കൊണ്ട് അതൊരു ബീജമാകുന്നു. 1 മാസം കൊണ്ട് ശിരസ്സുണ്ടാവണം. 2 മാസമാകുമ്പോഴേക്കും കൈകാലുകൾ, ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. 3-ാം മാസമാകുമ്പോഴേക്കും നഖം, അസ്ഥി മുതലായവയൊക്കെ ഉണ്ടായി. ലിംഗഭേദം 3-ാം മാസത്തിൽ. 4-ാം മാസമാകുമ്പോഴേക്കും സപ്തധാതുക്കൾ ഉണ്ടാവണം. 5-ാം മാസത്തിൽ വിശപ്പും ദാഹവും ആ കുട്ടിക്ക് അനുഭവപ്പെടുന്നു. 6-ാം മാസത്തിൽ ആ ശരീരം ജര എന്ന തോൽ കൊണ്ട് മൂടപ്പെടുന്നു. 7-ാം മാസം കഴിയുമ്പോഴേക്കും ആ ശിശുവിന് പൂർണ്ണ അവയവങ്ങൾ ഉണ്ടാവണം. ആ 7-ാം മാസത്തിൽ താൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അമ്മ കഴിക്കുന്നതായ ചൂടും എരിവും പുളിയുമൊക്കെയുള്ള ഭക്ഷണങ്ങൾ തൻ്റെ ആ കുഞ്ഞു ശരീരത്തിൽ തട്ടുമ്പോഴുള്ള വേദന സഹിക്കാൻ സാധിക്കണില്ല ഗർഭത്തിൽ കിടക്കുന്ന ആ കുട്ടിക്ക്. പുഴുക്കൾ, മൂത്രം, മലം, കൃമിയൊക്കെയുള്ള ആ ഗർഭപാത്രത്തിൽ ശ്വാസം മുട്ടിക്കഴിയുകയാണ്. ഒരു സഞ്ചിക്കുള്ളിൽ കിടക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ. ഈ സമയത്ത് പൂർവജന്മ സ്മരണ ഉണ്ടാവണോ ആ കുട്ടിക്ക് എന്നാണ്. ഭഗവാനെ സ്തുതിക്കണു. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സ്തുതിച്ചു വന്നതാണ്. എന്താ സ്തുതിച്ചത്? ഇവിടെ പറയണു, മറ്റൊരു ദേഹത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ചൂട് കൂടുതലാണ്, ജഠരാഗ്നി, മലം, മൂത്രം, കൃമി,
അങ്ങനെയുള്ള ഇതിൽ നിന്നും ഇതാ എന്നെ വേഗത്തിൽ മോചിപ്പിക്കണേ. മോക്ഷം തരുന്ന അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കണം. അനേകം ജന്മങ്ങൾ ജനിച്ച് മരിച്ച ഇപ്പോൾ മനുഷ്യജന്മം കിട്ടിയതാണ്. ഇനി ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. ഇനി എങ്ങനെയെങ്കിലും നോക്കൂ, ഈ ദുരിതം നിറഞ്ഞ ഗർഭവാസത്തിന് ഇടയാക്കരുതേ. ഭഗവാനെ ശരണാഗതരെ സംസാരത്തിൽ നിന്നും കരകയറ്റുന്ന ഭഗവാനല്ലേ അവിടുന്ന്. ഭഗവാന്റെ കരുണ കൊണ്ടാണ് സർവശക്തനായ ഭഗവാനെ ഇപ്പോൾ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സംസാര ദുഃഖത്തെ തീർക്കാൻ ഉതകുന്നതായ ആത്മജ്ഞാനത്തെ നേടാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ കാരുണ്യത്തിനായി ഞാനിതാ നമസ്കരിക്കണു. നമ്മളിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാത്ര വന്നത്. ഇപ്പം ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? അതന്നെയല്ലേ മായാലേ, ഇല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരുണ്ടാവുമോ? എന്തായാലും അതുകൊണ്ട് ഇതാ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും 10 മാസമാവുന്നതാണ്. ആ സൂതിമാരുതൻ്റെ തള്ളലാൽ ശിശു പുറത്തു വരുന്നു. നോക്കൂ, ത്രിഗുണമായ ഈ ജഗത്തിലേക്ക് വീഴുന്നതോടുകൂടെ താൻ ചെയ്ത പ്രതിജ്ഞയൊക്കെ മറന്നേ. ഈ ഭൂമിയിലേക്ക് വീണതോടുകൂടെ എല്ലാം മറന്നുപോയി. അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിരിക്കുമല്ലേ. ആൾക്കാർ വീണ്ടും എടുക്കുമോ ജന്മങ്ങളെ? ഇതാ ഒക്കെ മറന്നു. വീണ്ടും കഴിഞ്ഞ ജന്മങ്ങളിലേതുപോലെ വിഷയഭോഗങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച് അനുഭവിച്ചു പോകുന്നു. 5 വയസ്സ് വരെ കുട്ടിക്കാലം, ശൈശവത്തിലെ പല കഷ്ടതകൾ അല്ലേ. വിശന്നിട്ട് കരഞ്ഞ അമ്മ വിചാരിക്കും ചെവി വേദനിച്ചിട്ട് കരഞ്ഞാൽ വിചാരിക്കും വിശന്നിട്ടാണ് എന്ന്. കുട്ടിക്ക് പറയാനറിയില്ല എന്തൊക്കെ വിഷമാ ചെറിയ കുട്ടികളാവുമ്പോൾ. 16 വയസ്സ് വരെ വിദ്യാഭ്യാസ കാലം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലം അല്ലേ, കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്ത വിധം പുസ്തകങ്ങളുമായി വീട്ടിൽ വന്ന് അവരെ വെറുതെ വിടും അച്ഛനമ്മമാരെ. ട്യൂഷന് പറഞ്ഞയക്കലായി. ആകെ ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. ആ കുട്ടി എന്തൊക്കെ ആക്കണമെന്ന് അച്ഛനമ്മമാർക്ക് പറയില്ല. ഡോക്ടറാക്കണോ, എൻജിനീയർ ആക്കണോ, എന്തൊക്കെ ആക്കേണ്ട അറിയില്ല. ഒരു കുട്ടിയെ ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യുക? അങ്ങനെ എന്തൊക്കെ തത്രപ്പാടാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അങ്ങനെ ദേഹം വളരുന്നതോടൊപ്പം ഞാൻ എൻ്റെ എന്നുള്ള അഹങ്കാരവും തലവെക്കാൻ തുടങ്ങിയതാണ്. ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു. ജീവിതം മുഴുവൻ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. അതിനിടയിൽ എപ്പോഴെങ്കിലും സജ്ജന സംസർഗം ലഭിക്കാൻ അവസരം കിട്ടിയാൽ ആ മനസ്സ് നിർമ്മലമായിട്ട് മാത്രം ഉണ്ടാവുന്നു. എന്താ പറയണ്ടേ, ഇവിടെ ഇപ്പോൾ ഏത് സപ്താഹ വേദിയിൽ പോയാലും ചെറുപ്പക്കാരെന്നും കാണാറില്ല. ഇവിടെ പിന്നെ പോട്ടെ, ഇവിടെ എല്ലാവരും ഇങ്ങനെ വരലോരാ വരണത്. പക്ഷേ ക്ഷേത്രങ്ങളിലുമൊക്കെ സപ്താഹം നടക്കുമ്പോൾ എല്ലാവരും എന്താ ഇപ്പോൾ പറയുക, ഒക്കെ ഒരവസ്ഥയിലെത്തിയാലായിരിക്കും. അപ്പോൾ ആരപ്പോൾ ഇത് കേൾക്കണ്ടേ? ഇത് അടുത്ത തലമുറയിലേക്ക് പ്രചരിച്ച് പോകണമെങ്കിൽ ആര് കേൾക്കണം? ചെറുപ്പക്കാർ കേൾക്കണ്ടേ? അതിപ്പോൾ ആരും വരില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളോട് പറയാൻ ഓർത്തില്ല. പറഞ്ഞാൽ കേൾക്കുമ്പോൾ കുട്ടികൾ അതാ പറയാത്തത് അല്ലേ. നമുക്ക് തന്നെ നമ്മളെ കുട്ടികളെ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ആരോടാ പറയുക? എന്തായാലും ആ പൂർവ്വജന്മത്തിലെ വാസനകളെ ഉള്ളിലുണ്ടെങ്കിൽ ആ സത്സംഗത്തിൽ പോകാനോ ഗുരുവചനങ്ങൾ ശ്രദ്ധിക്കാനോ മറ്റുള്ളവരുടെ ദർശനത്തിനോ ഒക്കെ ഇടവരും. അപ്പോൾ ചെറുപ്പത്തിൽ അടിത്തറ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക, അതേപ്പോൾ നിർത്തിയുള്ളൂ. പിന്നെ സമയം വരുമ്പോൾ അത് അവരിൽ നിന്നും പൊട്ടി വളർന്നോളും. അങ്ങനെ വിവേക വൈരാഗ്യങ്ങൾ വന്ന് അങ്ങനെയാകുമ്പോൾ ആ ജീവൻ അവിടെ രക്ഷപ്പെടുന്നതാണ്. ഈ സത്യാവസ്ഥ ബുദ്ധി കൊണ്ട് അറിഞ്ഞ് ജനന മരണത്തിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അമ്മേ എന്ന് കപില ഭഗവാൻ അമ്മയ്ക്ക് എന്ന രീതിയിൽ ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, സർവേശ്വരനായ ആ ഭഗവാൻ നിർഗുണ ബ്രഹ്മമാണ്. ഈ പരബ്രഹ്മം, പരമാത്മാവ്, പരമപുരുഷൻ എന്നെല്ലാം പറയുന്ന ആ ഈശ്വര ചൈതന്യമാണ് ഈ സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് പ്രകാശിക്കുന്നത്. ആ സഗുണനും നിർഗുണനും സ്വയം പ്രകാശിക്കുന്നവനുമായ ആ ഈശ്വരനെ അമ്മ ഭക്തിപൂർവം ഭജിച്ചോളൂ. ഏതു മാർഗം സ്വീകരിച്ചാലും ലക്ഷ്യമൊന്നായാൽ മതി അല്ലേ. ഭഗവാനെ പ്രാപിക്കുക, ഇത് മാത്രമായിരിക്കണം ലക്ഷ്യം. മാർഗം ഏത് വേണമെങ്കിൽ അമ്മ സ്വീകരിച്ചോളൂ.
ഈ തത്വാർത്ഥങ്ങൾ അമ്മേ പരദ്രോഹം ചെയ്യുന്നവർക്ക്, അതുപോലെ വിനയമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക്, വിഷയ ആസക്തിയുള്ളവർക്ക് ഇവർക്കൊന്നും ഈ ഉപദേശത്തെ ഉപദേശിച്ചു കൊടുക്കരുത് എന്നുകൂടെ ഇവിടെ കപില ഭഗവാൻ അമ്മയോട് പറയണേ. ഇങ്ങനെ പുത്രനായിട്ടുള്ള ആ കപില ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ട് ഇവിടെ ദേവഹൂതിക്ക് മനഃശാന്തിയും ആത്മപ്രകാശവും ഒക്കെ ഉണ്ടായി. ഈ സമയത്ത് ദേവഹൂതി പറയണു, ഭഗവാനെ, ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നും ഉത്ഭവിച്ചതായിട്ടുള്ള ബ്രഹ്മാവിന് പോലും എത്ര കാല ആ ബ്രഹ്മാവ് തപസ്സനുഷ്ഠിച്ചു. നമ്മൾ ഇന്നലെ കേട്ടതല്ലേ, 1000-ത്തിലധികം കൊല്ലക്കാലം ബ്രഹ്മാവ് തപസ് അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഭഗവാന്റെ ദർശനം കിട്ടിയത്. നോക്കൂ, അങ്ങനെ ഇരിക്കെ ആ ഭഗവാൻ ഇതാ എൻ്റെ ഉദരത്തിൽ എൻ്റെ പുത്രനായിട്ട് ജനിച്ച് എനിക്ക് ദർശനം തന്നു, മാത്രമല്ല തത്വോപദേശം തന്ന് എന്നെ അനുഗ്രഹിച്ചിരിക്കണു. അതുകൊണ്ട് ഹേ ഭഗവാനെ, ഞാനിതാ അതീവ ധന്യയായിട്ട് തീർന്നിരിക്കണു. ഇവിടെ ദേവഹൂതിയുടെ വാക്കുകളാണ്. നിർഗുണ ബ്രഹ്മമായ ഭഗവാൻ ഇവിടെ ത്രിഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത്, ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നത്, ഒടുവിൽ പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നത്. മാത്രമല്ല പ്രളയകാലത്തെ ഈ പ്രപഞ്ചം മുഴുവൻ അവിടുത്തെ ഉദരത്തിൽ ഉൾക്കൊള്ളിക്കുന്നു. അങ്ങനെയുള്ളതായ ആ പരമപുരുഷനാണ് എൻ്റെ ഉദരത്തിൽ സ്ഥിതി ചെയ്തിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇതാ ഭഗവാനെ, ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നാണ് എന്ന് ദേവഹൂതി പറയുകയാണ്. ഇവിടെ ലോകോപകാരത്തിനായിട്ട് ഭഗവാൻ ഇതാ ഇവിടെ പല ലീലകളും സ്വീകരിച്ചു. ഭഗവാന്റെ ആ അത്ഭുത ലീലകൾ അതാർക്കും തന്നെ അറിയാനായിട്ട് സാധിക്കുന്നില്ല. അവിടുത്തെ നാമസങ്കീർത്തനം നിരന്തരം ചെയ്യുന്നതായ ചാണ്ടാളൻ അങ്ങയെ ഭജിക്കാത്ത ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നാണ്. അപ്പോൾ നോക്കൂ, അവിടെ ഭഗവാൻ അവിടെ വർണ്ണവ്യവസ്ഥയോ ജാതിയോ ഒന്നുമല്ല നോക്കിയത്. ആരാണോ തൻ്റെ നാമങ്ങൾ സ്ഥിരമായി ഉച്ചരിക്കുന്നത് അവരെയാണ് ഭക്തനായിട്ട് ഭഗവാൻ കണക്കാക്കുന്നത്. സകലവിധ യജ്ഞങ്ങളും തപസ്സുകളും ചെയ്യുന്നതിൻ്റെ ഫലം നാമസങ്കീർത്തനം കൊണ്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ ബ്രഹ്മസ്വരൂപനും പരമപുരുഷനും സർവശാസ്ത്രങ്ങളുടെയും മൂർത്തിഭാവവുമായിട്ടുള്ള കപില ഭഗവാനെ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ഇപ്രകാരം ആ ദേവഹൂതിയുടെ പ്രാർത്ഥന കേട്ടതായ കപില ഭഗവാൻ ഇതാ തൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഉപദേശിച്ചു തന്നതായ ഈ മാർഗങ്ങളെല്ലാം അനുഷ്ഠിച്ച് വേഗത്തിൽ അമ്മയ്ക്ക് ജീവൻ മുക്തി നേടി എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്ന് ആ അമ്മയെ അനുഗ്രഹിച്ച ശേഷം കപില ഭഗവാൻ തൻ്റെ അമ്മയുടെ അനുവാദത്തോടു കൂടെ തപസ്സനുഷ്ഠിക്കാനായിട്ട് അവിടെ നിന്നും കിഴക്കേ സമുദ്രതീരത്തേക്ക് യാത്ര ചെയ്തു. ദേവഹൂതി തൻ്റെ ആ കൊട്ടാരവും അതുപോലെ തന്നെ സുന്ദര വസ്തുക്കളും അവിടെയുള്ള സുഖസൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചു. മകൻ്റെ ഉപദേശമനുസരിച്ച് ആ വിഷയവൈരാഗ്യം വന്ന ആ ദേവഹൂതി ഇതാ സരസ്വതി തീരത്തുള്ള തൻ്റെ ആശ്രമത്തിലിരുന്നു. ഏകാഗ്രമായിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ത്രിസന്ധ്യകളിലെല്ലാം തന്നെ സ്നാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ദേവിയുടെ മുടി ചെമ്പിച്ചതായിട്ട് ജടയുള്ളതായിട്ടും ഒക്കെ തീർന്നു എന്നാണ്. പറഞ്ഞു വന്നത് ദേഹാഭിമാനം ഇല്ലാതായി എന്ന്. അങ്ങനെ മരവുരി വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച്, പട്ടുവസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് മരവുരി ധരിച്ച് ധ്യാനനിരതയായി ക്രമേണ ദേവഹൂതി എന്ന അമ്മ സമാധി അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ആ സമാധിയിൽ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേർന്ന് ആത്മാനന്ദം അനുഭവിച്ചു. അങ്ങനെ പരമാത്മാവുമായി താതാത്മ്യം പ്രാപിച്ചതായ ദേവഹൂതി ദേവി നിത്യ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇതാ പരമപദത്തെ പ്രാപിച്ചു എന്നാണ്. ദേവഹൂതി പരമപദത്തെ പ്രാപിച്ചതായ ആ സ്ഥലം സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്നു. ദേവഹൂതിയുടെ ശരീരം ആ ജലത്തിൽ വീണ് ഒരു നദിയായിട്ട് തീർന്നു. അങ്ങനെ മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു, അങ്ങ് ചോദിച്ചതായ ആ കപില ദേവഹൂതി സംവാദം ഇതാ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നു. ആരാണോ ഈ കപില ദേവഹൂതി സംവാദം മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത്, സ്വയം കീർത്തിക്കുന്നത്, അവർക്കൊക്കെ തന്നെ മരണാനന്തരം
ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കപില ഉപദേശത്തെ ഇവിടെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.